ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ടീച്ചിങ് ജോബ്സ് യു അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 9ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ വീഡിയോ സീരീസിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസീസ് എല്ലാം, നമ്മൾ ഈ ഇൻക്ലൂഡ് ചെയ്യുന്ന വേക്കൻസീസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ജോബ് വേക്കൻസീസ് എല്ലാം കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് തരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു സ്കാമാണ്. നിങ്ങൾ ഒരിക്കലും അതിൽ പൈസ കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വെരിഫൈ ചെയ്ത് ഓതന്റിക് ആണ് എങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് പോകാം. ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് മദാർ ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. ഇത് അബുദാബി എമിറേറ്റിലെ, UAE അബുദാബി എമിറേറ്റിലെ അലൈൻ റീജിയനിലാണ് ഈ സ്കൂൾ ഉള്ളത്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് KG ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, കെമിസ്ട്രി, സയൻസ് ടീച്ചർ, ഫിസിക്സ് ടീച്ചർ, PE ടീച്ചർ, സ്വിമ്മിംഗ് കോച്ച് അല്ലെങ്കിൽ ലൈഫ് ഗാർഡ്. ഇതിനകത്ത് KG ടീച്ചർ നേറ്റീവ് സ്പീക്കേഴ്സിനും സെൻറ്റ് ടീച്ചർ എമിറാത്തി നാഷണൽസിനുമായി റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങളുടെ സ്പെഷ്യലൈസേഷനും ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് ഡിഗ്രി പ്ലസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ എല്ലാ ടീച്ചിങ് പൊസിഷൻസിനും IELTS സ്കോർ 6 വേണം. പക്ഷെ KG ടീച്ചേഴ്സിനും ഇംഗ്ലീഷ് ടീച്ചേഴ്സിനും സ്പെസിഫിക്കലി IELTS സ്കോർ 7 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മിനിമം 2 വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം, അമേരിക്കൻ കരിക്കുലം എക്സ്പീരിയൻസ്. പിന്നെ ഇമീഡിയറ്റ് ജോയിനേഴ്സിന് ഇവിടെ മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ UAE കറൻ്റ്ലി അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ നമ്മളുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡിഗ്രി UAE ജോബ് നോക്കുന്നവർ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൃത്യമായി അറ്റസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇത് കൃത്യമായിട്ടും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഇത് കെയർഫുള്ളായി യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. നിങ്ങളുടെ CV ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അതുകൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് സബ്ജക്റ്റ് ലൈനിൽ മെൻഷൻ ചെയ്യണം. അതുകൂടാതെ ഒരു കവർ ലെറ്റർ ഒക്കെ തയ്യാറാക്കി വേണം നിങ്ങളുടെ ഈ CV അയച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും ബ്ലാങ്ക് ആയിട്ട് CV മാത്രം അറ്റാച്ച് ചെയ്ത് ഈ ജോബ് പൊസിഷന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ഇനിയും രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒയാസിസ് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. അപ്പം ഈ ഒയാസിസ് ഇന്റർനാഷണൽ സ്കൂള് അബുദാബി റീജിയനിലെ അലൈൻ അബുദാബി എമിറേറ്റിലെ അലൈൻ റീജിയനിലുള്ളതാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഹോം റൂം ടീച്ചർ മാത്തമാറ്റിക്സ്, ഹോം റൂം സയൻസ്, അറബിക് മെയിൽ ടീച്ചേഴ്സ്, PE KG ഫീമെയിൽ ടീച്ചേഴ്സ്, സോഷ്യൽ സയൻസ് KG ടീച്ചർ, മലയാളം ടീച്ചർ, സയൻസ് ടീച്ചർ. ഇപ്പം ഇത് വളരെ റയറായിട്ട് വരുന്നൊരു വേക്കൻസിയാണ് മലയാളം ടീച്ചിങ് പൊസിഷന്. അപ്പം മലയാളം ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു അവസരമാണ്, അപ്ലൈ ചെയ്യുക. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ BEd ഉണ്ടായിരിക്കണം. പിന്നെ ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ KG ലെവലിൽ ഡിഗ്രി പ്ലസ് മോണ്ടിസോറി പ്ലസ് BEd ആണ് ഇവിടെ പറയുന്നത്. പിന്നെ PE ടീച്ചേഴ്സിന് BPEd പ്ലസ് MPEd ആണ് പറയുന്നത്. അപ്പോൾ ഇത് 2025-2026 അക്കാഡമിക് ഇയറിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമാണ്. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് 3 വർഷം ഇല്ല എങ്കിൽ പോലും, ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ എക്സ്പീരിയൻസ് ഉള്ളവർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് കവർ ലെറ്ററൊക്കെ തയ്യാറാക്കി ATS ഫ്രണ്ട്ലി റെസ്യൂമെ അയക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത്
വിക്ടോറിയ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജയാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി സയൻസ് ടീച്ചർ പൊസിഷനാണ്. അപ്പം ടീച്ചർ ഈ പൊസിഷന് വേണ്ട റിക്വയർമെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി സ്കൂൾ എക്സ്പീരിയൻസ് എസെൻഷ്യൽ ആണ്. UAE റെസിഡന്റ് ആയിരിക്കണം, സ്വന്തമായി വിസ സ്പോൺസർഷിപ്പ് ഉള്ളവരായിരിക്കണം. ശരിക്കും ഒരു 15 മിനിറ്റ് ഡൗൺ ടൗൺ ദുബായിൽ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഈ സ്കൂളിലേക്ക്. അപ്പം നിങ്ങൾക്ക് റെസിഡൻസ് വിസ ഉള്ളവർക്ക്, അതായത് സ്പൗസ് സ്പോൺസർഷിപ്പിലൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. പിന്നെ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ സാലറി ആയിരിക്കും. ആഴ്ചയിൽ 4 ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്കൂള്. അത് 3 ദിവസം അവധിയും 4 ദിവസം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങൾ ഈ പൊസിഷൻ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ CV കവർ ലെറ്ററും കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ CV കൃത്യമായിട്ട് കവർ ലെറ്ററൊക്കെ തയ്യാറാക്കി വേണം അയക്കാനായിട്ട്. കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇനിയും 4ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദ ഹോപ്പ് ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ്. ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. വൈസ് പ്രിൻസിപ്പൽ, സെന്റ് ടീച്ചർ, സൈക്കോളജിസ്റ്റ്, PE ടീച്ചർ, HSC, ഉറുദു ടീച്ചർ, FS കോർഡിനേറ്റർ, അങ്ങനെ ഏറെ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സെന്റ് ടീച്ചേഴ്സിന് ഇത് നല്ലൊരു അവസരമാണ്. പിന്നെ സൈക്കോളജിസ്റ്റ്, കഴിഞ്ഞ വീഡിയോയിലെ കമന്റുകളിലൂടെ പലരും സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തവരാണ്, വേക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. പിന്നെ വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഈക്വലൻസി ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾ ഇമീഡിയറ്റ്ലി അവൈലബിൾ ആയിരിക്കണം ഇവിടെ UAE-യിൽ. പിന്നെ ബ്രിട്ടീഷ് കരിക്കുലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. കൃത്യമായിട്ടും നിങ്ങൾ അയക്കുന്ന പൊസിഷൻ ഏതാണോ അത് സബ്ജക്റ്റ് ലൈനിൽ കൊടുത്തിരിക്കണം. ഇനിയും 5ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അൽ നഹദ നാഷണൽ സ്കൂളിലേക്കാണ്. ഇത് അബുദാബി എമിറേറ്റിലാണ് ഈ സ്കൂൾ ഉള്ളത്. അങ്ങനെ അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചേറെ ടീച്ചിങ് പൊസിഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡിഗ്രി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് കൂടാതെ നിങ്ങൾക്ക് ഒരു ടീച്ചിങ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ആക്റ്റീവ് ടീച്ചിങ് ലൈസൻസ് ഉള്ളവർക്ക് ഇത് വലിയൊരു അവസരമാണ്. പിന്നെ നിങ്ങളുടെ ഡിഗ്രി ഈക്വലൈസേഷൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഡിഗ്രി ഈക്വലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. IELTS സ്കോർ 7 ഇവിടെ ആവശ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് IELTS സ്കോർ 7 ഇല്ല എങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് റിക്വയർഡ് കാൻഡിഡേറ്റ്സിനെ അവർക്ക് കിട്ടിയില്ല എങ്കിൽ ഇനി അതിൻ്റെ താഴെ സ്കോറുള്ള കാൻഡിഡേറ്റ്സിനെ അവർ പരിഗണിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും 6ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് നമുക്ക് പോകാം. 6ാമത്തെ ജോബ് വേക്കൻസി നോക്കുകയാണെങ്കിൽ അൽസലാം പ്രൈവറ്റ് സ്കൂളിലാണ് 6ാമത്തെ ജോബ് വേക്കൻസി ഉള്ളത്. ഇത് PE ടീച്ചിങ് പൊസിഷനാണ്. ഹെഡ് ഓഫ് PE പൊസിഷനിലേക്കാണ് ഇപ്പോൾ അവർ വിളിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ അതിന് വേണ്ട റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ, നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയക്കുക. ഇമെയിൽ ID അയക്കും കൃത്യമായിട്ടും അപ്ലൈ ചെയ്യുന്ന ജോബ് പോസ്റ്റ് മെൻഷൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു കവർ ലെറ്ററൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്ത് വേണം അയക്കാനായിട്ട്. ഇനിയും 7ാമത്തെ ജോബ് വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പ്രിംഗ് ഡെയിൽ സ്കൂൾ ദുബായിലാണ് ഈ ടീച്ചിങ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇമീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ UAE പ്രസന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് മിനിമം ഒരു 2 റെഫറൻസ് എങ്കിലും കൊടുത്തിരിക്കണം. പിന്നെ ഒരു കവർ ലെറ്ററും കൊടുക്കണം. എന്തുകൊണ്ടാണ് ഈ ടീച്ചിങ് പൊസിഷന് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ റിക്വയർമെന്റുകൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റിക്വയർമെന്റുകളൊക്കെ വായിച്ച് നോക്കി നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടീച്ചിങ് പൊസിഷൻസിന് എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അല്ലെങ്കിൽ നിങ്ങളുടെ CV പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയക്കാവുന്നതാണ്. ഈ ടീച്ചിങ് പൊസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സ്കൂളിൻ്റെ ലിങ്ക്ഡിൻ അല്ല എങ്കിൽ വെബ്സൈറ്റിൽ കയറി വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.
ഇനി 8ാമത്തെ ടീച്ചിങ് ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടീച്ചിങ് പൊസിഷനാണ്. ഫെബ്രുവരി 2025 അതായത് ഈ മാസം തന്നെയാണ് ഈ ടീച്ചിങ് പൊസിഷൻ റിക്വയർമെൻ്റ് ഉള്ളത്. അതായത് 24 ഫെബ്രുവരി മൺഡേക്കുള്ളിൽ ഈ ടീച്ചറിനെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ടീച്ചിങ് ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ലിങ്ക്ഡിനിൽ ഈ പ്രൊഫൈലിൽ കയറി റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. ഈ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയും 9ാമത്തെ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അൽ ഇത്തിഹാദ് പ്രൈവറ്റ് സ്കൂൾ അൽ മംസാറിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് പൊസിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ടീച്ചിങ് ജോബ് പൊസിഷൻസിനൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദുബായ് സ്കൂൾ അൽബോഷയിലേക്കാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ടീച്ചിങ് പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് വെബ്സൈറ്റിലൂടെ ഈ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ടീച്ചിങ് ജോബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 11ാമത്തെ ടീച്ചിങ് ജോബ് വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈമറി ഹോം റൂം ടീച്ചർ പിന്നെ ഇംഗ്ലീഷ് ടീച്ചിങ് പൊസിഷൻസിലേക്കാണ്. പ്രൈമറി ഹോം റൂം ടീച്ചർ ബ്രിട്ടീഷ് കരിക്കുലമാണ്. പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് IGCSE കരിക്കുലം ആണ് ഇപ്പം ആവശ്യമായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ടീച്ചിങ് പൊസിഷൻസിൽ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID കവർ ലെറ്ററൊക്കെ വെച്ച് അയക്കുക. ഇനിയും 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടീച്ചർ പൊസിഷനിലേക്കാണ്. ജൂനിയർ സെക്ഷനിലേക്കാണ് ഈ വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ IELTSന്റെ റിക്വയർമെന്റ് പറയുന്നില്ല. അപ്പം IELTS ഇല്ലാത്ത ഇംഗ്ലീഷ് ടീച്ചേഴ്സിനും ഇത് നല്ലൊരു അവസരമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും 13ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് മാത്സ് ടീച്ചറിന്റെ വേക്കൻസിയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓഗസ്റ്റ് 2025 ഈ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയും അടുത്ത വേക്കൻസി അമേരിക്കൻ അക്കാദമി ഫോർ ഗേൾസിലേക്കാണ്. ഇവിടെ ഹ്യൂമാനിറ്റീസ് സെക്കൻഡറി സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സിന്റെ വേക്കൻസി ആണുള്ളത്. ഇവിടെ കൃത്യമായിട്ട് അതിന്റെ റിക്വയർമെന്റുകൾ പറയുന്നുണ്ട്. ഈ റിക്വയർമെന്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്കും ഈ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.